കൊലോസി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അടുത്തത്, നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം വിട്ടുകളവിൻ. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മൾ കൂടെ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗസ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ഈ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മളോർക്ക് നമ്മൾ പഴയ പ്രമാണത്തിലേക്ക് പോയില്ലേ? അങ്ങനെയാണെങ്കിൽ അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? അവിടെയും ചിലത് ചെയ്യണമെന്ന് പറയുന്നു, ചെയ്യരുതെന്ന് പറയുന്നു. ഇവിടെയും ഇങ്ങനെ ആയാൽ എന്താ കാര്യം? തുടക്കം വായിച്ചാൽ മനസ്സിലാവും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഈ താഴെ പറഞ്ഞ പാപങ്ങളെല്ലാം ഉണ്ടാകുന്നത് ചിന്തകളിൽ നിന്നാണ്, വിചാരങ്ങളിൽ നിന്നാണ്. ഈ പാപങ്ങളുടെ എല്ലാം റൂട്ട് കോസ് വിചാരങ്ങളാണ്, ഹൃദയ നിരൂപണങ്ങളാണ്. അതിന് പകരം വേറൊരു കാര്യം ചിന്തിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ചിന്തയെ നിയന്ത്രിക്കാൻ നമുക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ രക്ഷപ്പെട്ടേനെ. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ പ്രത്യേകത? ഒന്ന്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ അവിടെ നമുക്കൊരു റോളുണ്ട്. അത് നമ്മളൊന്ന് എക്സർസൈസ് ചെയ്താൽ, അതൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈ ചിന്ത മാറും. ഇപ്പം നിങ്ങൾ അലട്ടുന്ന ചിന്ത, നിങ്ങൾ ആ മോളിലിരുന്നൊന്ന് ചിന്തിക്കുക മീൻസ് ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശു കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടത്തിൻ്റെ ഏറ്റവും പ്രധാന ഓഫീസ് എന്താണ്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ്. നിങ്ങളതൊന്ന് ചെയ്തേ, കുറച്ചൊന്ന് നിങ്ങൾ കഴിയുന്ന പോലെ ഒന്ന് ചെയ്തേ. ഈ ചിന്ത മാറും. നമ്മുടെ ചിന്ത ഉയരത്തിലുള്ള ചിന്തയാകും. എന്ന് പറഞ്ഞാൽ എന്ത് വിഷയമാണോ മനുഷ്യൻ കൊണ്ടുവരുന്നത്, സാത്താൻ കൊണ്ടുവരുന്നത്, അത് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകും. അവിടെ പിശാചിൻ്റെ അസ്ത്രങ്ങളുടെ മുനയൊടിയുകയാണ്.